കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും MCQ മന്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം ഏത്? ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി, AD 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, പുലപ്പടി നിരോധനം ഏത് വർഷമാണ്? പുലപ്പടി നിരോധനം ഏത് വർഷമാണ്? ഏത് വർഷമാണ് പുലപ്പടി നിരോധനം നടന്നത്? ഓപ്ഷൻ ബി 1696. മൂന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ മണ്ണാപ്പേടി എന്നറിയപ്പെട്ടിരുന്ന പുലപ്പേടി നിരോധിച്ചത് ആര്? തിരുവിതാംകൂറിൽ മണ്ണാപ്പേടി എന്നറിയപ്പെട്ടിരുന്ന പുലപ്പേടി നിരോധിച്ചത് ആരാണ്? ഓപ്ഷൻ സി, വേണാട് കേരളവർമ്മയാണ് തിരുവിതാംകൂറിൽ മണ്ണാപ്പേടി എന്നറിയപ്പെട്ടിരുന്ന പുലപ്പേടി നിരോധിച്ചത്. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായ ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായ ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1859 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായ ചാന്നാർ ലഹള നടന്നത്. അഞ്ചാമത്തെ ചോദ്യം, മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികളാണ്. ആറാമത്തെ ചോദ്യം, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഓപ്ഷൻ ബി ഉത്രം തിരുനാൾ. ഏഴാമത്തെ ചോദ്യം, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ഏത്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. എട്ടാമത്തെ ചോദ്യം, അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ഡി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഒൻപതാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ GP പിള്ള, ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. പത്താമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ഏത് വർഷമാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. 11ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിനു പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണ്? മലയാളി മെമ്മോറിയലിനു പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ സി CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലിനു പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ. 12ാമത്തെ ചോദ്യമാണ്, തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആര്? തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ഓപ്ഷൻ ബി ബാരിസ്റ്റർ GP പിള്ളയാണ്. 13ാമത്തെ ചോദ്യം, 1891 ജൂൺ 3 സമർപ്പിച്ച എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? 1891 ജൂൺ 3 സമർപ്പിച്ച എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഓപ്ഷൻ ബി ഇ രാമയ്യർ, രാമനാഥൻ രാഹു. രാമനാഥൻ രാഹു എന്നിവരാണ് 1891 ജൂൺ 3 സമർപ്പിച്ച എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ഏത് വർഷമാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്.
15ാമത്തെ ചോദ്യമാണ്, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു ആണ്. 16ാമത്തെ ചോദ്യം, കർഷക സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് 1909 അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? ശരിയാണ്. രണ്ടാമത്തേത്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യം അയ്യങ്കാളിയുടെ കർഷക സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഉയർന്ന സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെ നടന്ന ഒരു സമരമാണ് കർഷക സമരം. ശരിയാണല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാമത്തേത്, കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആണല്ലേ? അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1, 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നാലാമത്തെ തെറ്റാണ്. കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3 എന്നിവ ശരി, 4 മാത്രം തെറ്റ്. പുലയ ലഹള എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ 90ാം ആണ്ട് ലഹളയെയാണ് പുലയ ലഹള എന്നറിയപ്പെടുന്നത്. 90ാം ആണ്ട് ലഹളയാണ് പുലയ ലഹള എന്നറിയപ്പെടുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സഭയായി കണക്കാക്കുന്ന കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സഭയായി കണക്കാക്കുന്ന കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കോട്ടയം ജില്ലയിലാണ്. 19ാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം സ്ഥാപകൻ ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികളാണ്. 20ാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിതമായ വർഷമേത്? ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 1836. 21ാമത്തെ ചോദ്യമാണ്, SNDPയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതൊക്കെ? SNDPയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതൊക്കെ? ആദ്യത്തേത് നോക്കാം. സ്ഥാപിതമായ വർഷം 1903 മെയ് 15 അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത്, ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. അതും ശരിയാണ്. മൂന്നാമത്തേത്, ഉപാധ്യക്ഷൻ കുമാരനാശാനാണ്. അത് ശരിയാണോ? ഉപാധ്യക്ഷൻ കുമാരനാശാനല്ല, സെക്രട്ടറി ആണ് കുമാരനാശൻ. ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. നാലാമത്തേത്, SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ മൂന്നാമത്തേത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1, 2, 4 ശരിയാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ ശരി, 3 മാത്രം തെറ്റ്. SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ്? SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ്? ഓപ്ഷൻ ബി വിവേകോദയം. 23ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷമേത്? സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷമാണ് ഓപ്ഷൻ ബി 1907. 24ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് ഏതാണ്? ഓപ്ഷൻ ബി സാധുജന പരിപാലിനി. 25ാമത്തെ ചോദ്യമാണ്, യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ഓപ്ഷൻ സി ആലുവയിലായിരുന്നു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.